നമസ്കാരം. നമ്മുടെ തുടർക്കഥ ഇന്ന് ആരംഭിക്കുകയാണ്. കഥ ചിലങ്ക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരംഭിക്കട്ടെ. പാർട്ട് 1. മഹേഷ് തൻ്റെ പെട്ടി തുറന്നു. ഇല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭാഗ്യം. എന്താടാ മഹി നിന്ന് പിറുപിറുക്കുന്നത്? നിനക്ക് ഉറക്കവുമില്ലേ? സനൽ കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. ഓ എൻ്റെ പൊന്നളിയ, നീ വായ പൂട്ടി കിടന്നുറങ്ങ്, ഞാൻ എന്തേലും ചെയ്തോളാവേ. മഹേഷ് പെട്ടിപൂട്ടി ഓടിക്കൊണ്ടിരുന്ന ജനതാ എക്സ്പ്രസ്സിൽ നിന്നും പുറത്തെ കൂരിരുളിലോട്ട് മിഴിപായിച്ചു. ഹാ, നീ എന്തേലും ആക്കേണ്ട ഇഷ്ട, ഞാൻ ഉറങ്ങട്ട്. സനൽ മൂടി പുതച്ച് ഉറങ്ങാൻ തുടങ്ങി. മുംബൈയിലേക്കുള്ള യാത്രയിലാണ് രണ്ടുപേരും. ഇനിയും 12 മണിക്കൂർ യാത്രയുണ്ട്. കയ്യിലെ കുഞ്ഞു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പെങ്ങളൂട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളെ ഉറങ്ങാതെ സംരക്ഷിക്കുകയാണ് മഹേഷ്. നിങ്ങൾ വിചാരിക്കും മഹേഷിൻ്റെ പെങ്ങളാണെന്ന്. എന്നാൽ അല്ല, സനലിൻ്റെ പെങ്ങളുടെ ആഭരണങ്ങളാണ്. കുഴിമടിയനും അലസനുമായ സനലിനെ പാഠം പഠിപ്പിക്കാനാണ് അവൻ്റെ പപ്പയും അമ്മയും അവനെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. എന്നാൽ അവൻ തൻ്റെ ചുണക്കുട്ടനായ മഹേഷിനെയും കൂടെ കൂട്ടി. അവനറിയാമായിരുന്നു മഹേഷ് നന്നായി ആ ദൗത്യം പൂർത്തിയാക്കുമെന്ന്. മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന സനലിനെ പുച്ഛഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ്. എന്നാലും ഇവൻ എങ്ങനെ ഇത്ര സുഖമായി കിടന്നുറങ്ങുന്നു? ഹോ, സമ്മതിക്കണം. അപ്പോഴാണ് ഒരു സുന്ദരിയായ മോഡേൺ വസ്ത്രം ധരിച്ച പെൺകുട്ടി കയ്യിൽ ഏകദേശം 1 വയസ്സുള്ള കുട്ടിയുമായി തൻ്റെ സീറ്റിനടുത്തേക്ക് വന്നത്. സാർ, ഇതാണ് എൻ്റെ സീറ്റ്, താങ്കൾ മാറിയിരിക്കാമോ? ഓ സോറി, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ്. ഇപ്പോൾ മാറിത്തരാം. ഇറ്റ്സ് ഓക്കെ. അവൾ ഫോണിൽ ഇയർഫോൺ കുത്തി ഉറങ്ങുന്ന കുട്ടിയെ മാറോട് ചേർത്ത് അവിടെ സ്ഥാനമുറപ്പിച്ചു. സനൽ അപ്പോഴും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. ഒരു പെൺകുട്ടിയെ കണ്ട സന്തോഷത്തിൽ മഹേഷ് അല്പം കോഴിത്തരം കയ്യിലേന്തി പാട്ട് മൂളിക്കൊണ്ടിരുന്നു. തൻ്റെ പെട്ടിയെ പൊന്നുപോലെ മാറോടണച്ച് അല്പസമയം കഴിഞ്ഞതും ഉറങ്ങിയ കുട്ടിയെ അവിടെ സീറ്റിൽ കിടത്തി ആ പെൺകുട്ടി ഫോണുമായി ട്രെയിനിൻ്റെ വാതിലരികിലേക്ക് നടന്നു. തുടരും. പാർട്ട് 2 നാളെ. എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.